തൈറോയിഡ് കുറയ്ക്കാൻ 4 ഭക്ഷണങ്ങൾ. ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചുവരുന്ന രോഗങ്ങളിൽ ഒന്നാണ് തൈറോയിഡ്. തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിൽ വരുന്ന അസന്തുലനമാണ് ഇതിന് കാരണമാകുന്നത്. വേണ്ട രീതിയിൽ തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കാതിരുന്നാൽ ഇത് ഹൈപ്പോതൈറോയിഡാകും. കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ ഹൈപ്പർ തൈറോയിഡാകും. ഇവ രണ്ടും ദോഷം തന്നെ. അതിനാൽ തന്നെ തൈറോയിഡ് ഉള്ളവർ അവരുടെ ഭക്ഷണരീതിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. 1. അയോഡൈഡ് ഭക്ഷണം. ഈ രോഗം തൈറോയിഡ് ഗ്രന്ഥി പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ അയോഡിൻ ധാരാളം അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ രോഗി കഴിക്കണം. സീഫുഡ്, പ്രത്യേകിച്ച് മത്സ്യം, അയോഡൈഡ് സമ്പുഷ്ടമാണ്. അതിനാൽ അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. 2. അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ. തൈറോയിഡ് പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ കോപ്പറും അയണും അടങ്ങിയ ഭക്ഷണം കഴിക്കുക. കശുവണ്ടി, ബദാം, സൂര്യകാന്തി വിത്തുകൾ എന്നിവയിലാണ് ഏറ്റവും കൂടുതൽ കോപ്പർ കാണപ്പെടുന്നത്. പച്ച ഇലക്കറികളിൽ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. 3. വിറ്റാമിനുകളും ധാതുക്കളും. വിറ്റാമിനുകളും ധാതുക്കളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. തൈറോയിഡ് ക്രമക്കേടുകൾക്ക് ഇത് ഗുണം ചെയ്യും. ചീസ്, പച്ചമുളക്, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, കൂൺ എന്നിവയിൽ മതിയായ അളവിൽ വിറ്റാമിനുകളും ലവണങ്ങളും കാണപ്പെടുന്നു. 4. കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം. കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. ഇതോടൊപ്പം തൈറോയിഡ് രോഗികൾക്ക് പശുവിൻ പാലും ഗുണകരമാണ്. പാചകത്തിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യും. തൈറോയിഡ് രോഗികൾ എന്ത് കഴിക്കരുത്? സോയയും അതിൽ നിന്നുള്ള വസ്തുക്കളും കഴിക്കുന്നത് ഒഴിവാക്കുക. ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് എന്നിവയും ഉപയോഗം പരമാവധി കുറയ്ക്കുക. ബ്രോക്കോളി, കാബേജ് തുടങ്ങിയ പച്ചക്കറികൾ കഴിക്കുന്നത് ഒഴിവാക്കുക. തൈറോയിഡ് രോഗികൾ ശരിയായ ഭക്ഷണത്തോടൊപ്പം യോഗയും വ്യായാമവും പതിവായി ചെയ്യണം. തൈറോയിഡ് പ്രശ്നമുണ്ടെങ്കിൽ രോഗി ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച ശേഷം ആവശ്യമെങ്കിൽ മരുന്ന് കഴിക്കുകയും അതനുസരിച്ച് ജീവിതശൈലി സ്വീകരിക്കുകയും വേണം. ഇത് കൂട്ടുള്ള വീഡിയോയ്ക്കായി ഡോക്ടർ അപ്പുകൂട്ടനെ ഫോളോ ചെയ്യുക.